സ്വന്തം അച്ഛന്റെ ആസിഡ് ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട പെൺകുട്ടിക്ക് സ്നേഹക്കൂട് ഒരുക്കുകയാണ് ഒരു നാട്. കണ്ണൂർ കൊട്ടിയൂർ സ്വദേശി അളകനന്ദയ്ക്കാണ് ഇടുക്കി അടിമാലിയിലെ സുമനസ്സുകൾ വീട് വെച്ചു കൊടുത്തത്. ഗുരുതര പൊള്ളലേറ്റ അടിമാലിയിൽ ചികിത്സയ്ക്കെത്തിയ പെൺകുട്ടിക്കാണ് അടിമാലിക്കാർ സംരക്ഷണം ഒരുക്കി. അപ്രതീക്ഷിതമായി ദേഹത്തെ വീണ ആസിഡിനേക്കാളും നീറ്റിലുണ്ട് അളകനന്ദ എന്ന ഗുരുവിന് 2022 ജനുവരി 15 ദിവസത്തെക്കുറിച്ച്. അന്നായിരുന്നു അളകനന്ദയ്ക്കും അമ്മ നിജിതയ്ക്കും നേരെ അച്ഛൻ സനൽകുമാർ ആസിഡ് ആക്രമണം നടത്തിയത്. കുടുംബവഴക്കിനെ തുടർന്ന് നിജിത മകളുമായി വയനാട്ടിൽ മാറി താമസിക്കുന്നതിനിടെയായിരുന്നു സംഭവം. ഗുരുതര പൊള്ളലേറ്റ നിജിത ചികിത്സയിലിരിക്കെ മരിച്ചു. ആക്രമണത്തിന് ശേഷം സനൽകുമാർ ആത്മഹത്യ ചെയ്തു. മരണത്തോട് മല്ലടിച്ച് അളകനന്ദ മാസങ്ങളോളം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. പിന്നീട് തുടർ ചികിത്സയ്ക്കായി നിജിതയുടെ അമ്മ ഗീതയുമൊത്ത് അടിമാലിയിലെ പൊള്ളൽ ചികിത്സാ കേന്ദ്രത്തിലെത്തി. ആ 11-കാരിയുടെ ദുരന്ത കഥ കേട്ട വൈദ്യൻ ജോർജ് ഫിലിപ്പ് 5 സെന്റ് സ്ഥലം എഴുതി നൽകി. ഈ ഭൂമിയിലാണ് സ്നേഹക്കൂടൊരുങ്ങിയത്. നാട്ടുകാരൻ കൂടിയായ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എത്തി താക്കോൽ കൈമാറ്റത്തിന്. ഒപ്പം ഒരു നാട് മുഴുവനും. പാവം കുട്ടി ഒരുപാട് വേദന സഹിച്ചു. ആ കുട്ടീനെ ചേർത്ത് പിടിച്ച എല്ലാ നല്ല മനസ്സുകൾക്കും ഒരു ബിഗ് താങ്ക്സ്.